ഇന്ന് റിപ്പോർട്ടർ ടി വി മഞ്ചേരി മുതൽ കോഴിക്കോട് കടപ്പുറം വരെ നടത്തുന്ന ഒരു വലിയ റാലിയുടെ തുടർച്ചയാണ്. റിപ്പോർട്ടർ ടി വിയിലെ എഡിറ്റേഴ്സ് ഇന്ന് പ്രേക്ഷകർക്കൊപ്പം മീറ്റ് ദ എഡിറ്റേഴ്സിൽ ചേരുന്നത് റിപ്പോർട്ടർ ടി വിയുടെ ചലിക്കുന്ന സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ടാണ്. നമുക്കൊപ്പം ആന്റോ അഗസ്റ്റിൻ മാനേജിംഗ് എഡിറ്റർ നമുക്കൊപ്പമുണ്ട്. ആന്റോ അഗസ്റ്റിൻ, ഈ മാധ്യമപ്രവർത്തകർക്ക് ചില ഘട്ടങ്ങളിൽ ആക്ടിവിസ്റ്റുകളുടെ റോളുകൾ എടുക്കേണ്ടി വരും. നമ്മൾ ഇന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ഇറങ്ങിയത് ഒരു തരത്തിലും റേറ്റിംഗ് വർദ്ധിപ്പിക്കാനായിരുന്നില്ല. കാരണം നമ്മളെടുത്ത കൊമേഴ്സ്യൽസോ നമ്മളെടുത്ത ബ്രേക്കുകളോ നോക്കിയാൽ തന്നെ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവും. ഏതെങ്കിലും തരത്തിൽ വലിയ പ്രേക്ഷകരെ ഒപ്പം കൂട്ടുക എന്ന ഉദ്ദേശമായിരുന്നില്ല. പക്ഷേ നമ്മൾ മുന്നോട്ട് വെച്ചൊരാശയം അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിയാൻ കൂടി യാത്ര നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകരിൽ ചിലർക്കെങ്കിലും ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. പല ഇടങ്ങളിൽ നിന്നായി പല ആളുകൾ വിളിച്ചു. ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലിരിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരാൾ എന്നെ വിളിച്ചൊരു വളരെ പ്രധാനപ്പെട്ട വിവരത്തിൻ്റെ സൂചന നൽകി. നമ്മൾ 2 ദിവസത്തിനുള്ളിൽ ആ വാർത്ത കേരളം ആകെ അറിയത്തക്ക രീതിയിലൊരു ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പോവുകയും ചെയ്യും. ആ അർത്ഥത്തിൽ പല തരത്തിലാണ് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും, അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിപ്പോർട്ടർ ടി വി തുടങ്ങിയ കാലത്ത് നമ്മളിട്ട ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ആണ്. നീതിക്ക് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടർ ടി വി തുടങ്ങിയത് തന്നെ. നമ്മൾ 2-3 പ്രോഗ്രാമുകൾ, ഒന്ന് ഷിരൂരും അതുപോലെ തന്നെ വയനാടും അതുപോലെ തന്നെ നമ്മൾ ഈ ലഹരിക്ക് വേണ്ടിയുള്ള ക്യാമ്പയിനുമാണ് വലിയ രീതിയിലെ ക്യാമ്പയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് കാലമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്, വളരെ നല്ല ചൂടാണ്. കേരളത്തെ സംബന്ധിച്ച് ഇത്രയും ചൂടുള്ള കാലമില്ല. അപ്പോൾ മലപ്പുറത്തുനിന്ന് ഒരു ക്യാമ്പയിൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ്. പക്ഷേ എന്താണ് ഇത്രയും വലിയ റിസ്ക് ഈ സമയത്ത് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടല്ല. കാരണം നമുക്ക് റൈറ്റിംഗ് കുറയാനേ സാധ്യതയുള്ളൂ. കാരണം ഇതുപോലെയുള്ള പ്രോഗ്രാംസുകൾ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ആർക്കും ചെയ്യാൻ കഴിയില്ല. കൊമേഴ്ഷ്യലുകൾ നിർത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു ദുരന്തമാണ് ഈ പറഞ്ഞ ലഹരി എന്ന് പറയുന്നത്. ഈ ലഹരിനെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കിയേ കഴിയുള്ളൂ. അതിന് ഒറ്റക്കെട്ടായി ജനങ്ങൾ ഇറങ്ങുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നും ചെയ്യാനില്ല. കേരളത്തിലെ പോലീസ് വിചാരിച്ചാലോ എക്സൈസ് വിചാരിച്ചാലോ ഗവൺമെൻറ് വിചാരിച്ചാലോ മാത്രം കേരളത്തിലെ ലഹരിയെ തുടച്ചു തീർക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു ആവശ്യം കൂടിയുണ്ട്. കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുക, കുടുംബത്തിൽ നിന്ന് തുടങ്ങണം ബോധവൽക്കരണം എന്നുള്ളത്. ഇപ്പോൾ ലഹരിയെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഇടവരുത്തണം. കാരണം ലഹരി എന്താണ്, ഒരാളിൽ അഡിക്റ്റായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ലഹരിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാം എന്നുള്ളത് ജനങ്ങൾ പഠിക്കണം. അതുപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ജനങ്ങളിൽ ആ പേടി കുടുംബത്തിൽ നിന്ന് മാറിക്കിട്ടണം. ഒരു അമ്മയോ അച്ഛനോ പെങ്ങളോ ഒരു ദുരിതം വീട്ടിൽ കടന്ന് ഒരു ലഹരിക്ക് അടിമയായ ഒരാളുടെ ദുരിതം അനുഭവിക്കുകയാണെങ്കിൽ അത് അവർക്ക് പുറത്ത് പറയാൻ കഴിയണം. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കിട്ടുന്ന ആയുധം വെച്ച് ഇവരെ ഏത് രീതിയിലാണ് അവർ ഉപയോഗിക്കുക എന്ന് പറയാൻ കഴിയില്ല. നമ്മളത് ഈ അടുത്ത കാലങ്ങളായി വളരെയധികം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, ഇപ്പോൾ നമ്മൾ കാണുന്ന സ്കൂളുകളിലേക്ക് വലിയ രീതിയിലുള്ള ലഹരി വ്യാപനം ഇറങ്ങിയിരിക്കുന്നു. കുട്ടികൾ വളരെയധികമായി ലഹരി ഉപയോഗിക്കുന്നു. അധ്യാപകരോടും രക്ഷിതാക്കളോടും ബഹുമാനമില്ലാതെയും അവരുടെ ഇഷ്ടത്തിന് പെരുമാറുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്കൊരു സമൂഹത്തെ കെട്ടിപ്പടുത്താൻ കഴിയില്ല. ആ സമൂഹത്തിലുണ്ടാകുന്ന ദുഷ്പ്രവണത നമുക്ക് മാറ്റിയേ കഴിയുള്ളൂ. അപ്പം റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ മഞ്ചേരിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. മഞ്ചേരി തുടങ്ങുമ്പോൾ രാവിലെ 6 മണി, സ്മൃതിമാൻ നേരത്തെ ഉണ്ണിസാറൊക്കെ പറഞ്ഞ പോലെ 6 മണിക്ക് നമ്മൾ മഞ്ചേരിയിൽ വരുമ്പോൾ കാണുന്നത് ആയിരക്കണക്കിന് ജനങ്ങളാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ എന്ന് പറയുന്ന വ്യായാമങ്ങളെല്ലാം നമ്മുടെ ഏരിയയിലേക്ക് മാറ്റിയവർ. ആരാണോ വ്യായാമം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നത്. കാരണം നമുക്ക് നോമ്പ് കാലത്ത് അറിയാം, അവർ രാവിലെ നിസ്കരിച്ച് കഴിഞ്ഞ ശേഷം അവർ കിടന്നുറങ്ങുന്ന സമയമാണ്. ഇന്നത്തെ ഉറക്കമൊക്കെ അവർ ഒഴിവാക്കി. ഇന്ന് ഒരാൾ പോലും ഉറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നില്ല. രാവിലെ എല്ലാവരും മേടിച്ച് നമ്മുടെ പ്രോഗ്രാമിന് ചെയ്ത് നമ്മുടെ പതാക കൈമാറുന്ന ഇതിന് വരിക. തങ്ങളടക്കം ആ സമയത്ത് അവിടെ വന്നു എന്നുള്ളതാണ്. MLA അടക്കം വന്നു, തങ്ങളടക്കം വന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഈ സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടി റിപ്പോർട്ടർ ടി വിക്ക് കഴിയുന്നു എന്നുള്ളതെന്നല്ല വലിയ അഭിമാനമാണ്. കാരണം കേരളത്തിലെ മാധ്യമം സംബന്ധിച്ചിടത്തോളം ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഇറങ്ങി വെയിലത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും എന്താണ്, സ്റ്റുഡിയോയിൽ നിന്ന് വാർത്ത വായിക്കുന്ന ആൾക്കാരാണ്. വളരെ കുറച്ചാണ്. കാരണം മോർണിംഗ് ഷോ നമ്മൾ ചെയ്യാറുണ്ടാവും. പക്ഷേ ഈ നട്ടുച്ചയ്ക്ക് വെയിലത്തിറങ്ങി നമ്മൾ ആൾക്കാരെ കാണുക എന്ന് പറയുമ്പോൾ നമ്മളെ കാണാൻ ഒരു വിഭാഗം ജനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാത്തുനിന്നു എന്നുള്ളതാണ്. 12 മണിക്കും 1 മണിക്കും നമ്മൾ എത്തുമെന്ന് വിചാരിച്ചിട്ട് 11 മണി തുടങ്ങി പൊരി വെയിലത്ത് നിന്ന ആൾക്കാരുണ്ട്. നമ്മളെത്തുമ്പോൾ 3:30-4 മണിയായി. അതുവരെ വെയിൽ കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളെ വണ്ടി തടഞ്ഞു നിർത്തി നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് ചാടിയിട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ നിർത്താതെ പോകരുത് എന്ന് പറയുന്നത്. നമ്മളെങ്ങനെ നിർത്താതെ പോയാലോ, നമ്മൾ വരുന്നത് നമ്മുടെ സമയം കവർ ചെയ്ത് അടുത്ത സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയുള്ള സ്പീഡായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് മുന്നിൽ ചാടുകയാണ്. ഞങ്ങളെയും കൂടെ കേട്ടിട്ട് പോകണം എന്ന് പറയുന്ന ഒരു രൈലിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ വിപത്തിൻ്റെ ഒരു വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. ഗവൺമെൻറ് അത് മനസ്സിലാക്കുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ അത് മനസ്സിലാക്കുന്നുണ്ട്, വ്യാപാരി വ്യവസായിയും ഓട്ടോ തൊഴിലാളികളും സാധാരണ തൊഴിലാളികളും കർഷകരും വീട്ടമ്മമാരും ഇത് മനസ്സിലാക്കുന്നുണ്ട്. എത്ര വീട്ടമ്മമാരാണ് നട്ടുച്ചയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിലേക്ക് ഈ ലഹരി എന്ന് പറയുന്ന സാധനം വരാതിരിക്കാൻ വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് എല്ലാവരും അഹോരാത്രം പ്രയത്നിക്കുകയാണ്. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു, എന്താണ് കിട്ടിയ ഗുണം എന്ന് ചോദിച്ചാൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരു മനോധൈര്യം വന്നു. ഇത് ആരോടെങ്കിലും പറയാം, ഇത്രയും നാളും എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇത്രയും നാളും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങൾ മാത്രം ഇതിൽ ഇറങ്ങി തിരിച്ചാൽ എന്ത് മാറ്റമാണ് കേരളത്തിൽ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വിൽപ്പന തടയാൻ നമുക്ക് കഴിയുന്നില്ല. വിൽപ്പന തടയാൻ ആരോടും പറയാൻ ധൈര്യമില്ല. ഈ പറഞ്ഞാൽ എന്നെ ഉപദ്രവിച്ചാലോ എന്നുള്ളൊരു വലിയ രീതിയിലുള്ള പേടി ഇവരെ അലട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു ധൈര്യം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത്. എത്രയോ കോളുകളാണ് നമുക്ക് വരുന്നത്. നമ്മൾ ക്യാമ്പയിൻ തുടങ്ങിയ സമയത്ത് നമ്മൾ നമ്പർ കൊടുത്തു, അതിലേക്ക് എത്ര കോളുകൾ വരുന്നു, എത്ര വീഡിയോ പിന്നെ നമുക്ക് എടുത്ത് അയച്ചു തരുന്നു, ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളത് എക്സൈസിന് കൈമാറുന്നു. അപ്പം വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ ഈ ജനങ്ങളുടെ പരിഭ്രാന്തി മാറുകയും ഈ ആരാണോ സ്വന്തം നാട്ടിൽ ലഹരി കച്ചവടം നടത്തുന്നത് അവരെ നമുക്ക് തടയാൻ കഴിയുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ക്യാമ്പയിനും കൂട്ടി കിട്ടിയ ഒരു ഗുണം എന്ന് പറയാം. അതുകൂടാതെ തന്നെ വീട്ടിൽ അനുഭവിക്കും. ഇന്ന് ഒരു ഉമ്മ വന്നിട്ട് പറയുന്നത് കേട്ടില്ലേ, സ്വന്തം മകൻ്റെ ഭീഷണി കൊണ്ട് നമുക്ക് വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല, പേടിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്, സ്വന്തം ക്യാമറ നമ്മൾ പുറകിൽ വെച്ചെടുക്കുകയാണ്. കാരണം ആരെക്കുറിച്ചാണ് പറയുന്നത്, സ്വന്തം മകനെ കുറിച്ചിട്ട് പൊതുജനങ്ങളുടെ മുന്നിൽ വന്ന് പറയുകയാണ്. പൊതുജനത്തിന് എത്രയോ ആൾക്കാർ അവിടെ നിൽക്കുന്നത്, അതവർക്ക് കെയർ ചെയ്യുന്നേ ഇല്ല. കാരണം എന്താണ്, അവർക്കൊരു ധൈര്യം കിട്ടിയിരിക്കുന്നത് എവിടുന്ന്, ആ ധൈര്യം എവിടുന്നാണ് വന്നത്, ആ ധൈര്യം റിപ്പോർട്ടർ ടിവിക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് നമ്മൾ കുന്നമംഗലം എത്തിയപ്പോഴത്തേക്ക് എവിടുന്നാണ് വരുന്നത്, മലപ്പുറത്തിൻ്റെ നമ്മൾ കടന്നുപോയി എടവണ്ണപ്പാറയിൽ നിന്ന് മുക്കത്തേക്ക് നമ്മൾ കടന്നുപോയ സ്ഥലത്ത് നിന്ന് വണ്ടി വിളിച്ച് നമ്മളെത്തിയ സ്ഥലത്തേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞ് തളർന്ന് വീണു ആ അമ്മ. കാരണം സംസാരിക്കുക മാത്രമല്ല, നമ്മളോട് സംസാരിച്ചു, എന്താണ് കേരളത്തെ രക്ഷിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ TV തുടങ്ങിയത് നമ്മുടെ മാധ്യമപ്രവർത്തകർ, എഡിറ്റോറിയൽ ബോർഡ് ഇന്ന് നമ്മുടെ ഡെസ്കിൽ ഒരു മനുഷ്യനില്ല. ഡെസ്ക് എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ഡെസ്കായി മാറി. കാരണം എന്താണ്, നമ്മളെ ഒരാളെങ്കിലും കുറഞ്ഞു പോയാൽ ആ ആളെ കാണുന്നതുകൊണ്ട് അത് ആ ഒരു എഡിറ്റോറിയൽ അംഗത്തിന് അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടർക്ക് ഒരു മെസ്സേജ് ഒരു പ്രേക്ഷകന് കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ ഉമ്മയ്ക്കോ അമ്മയ്ക്കോ കൊടുക്കാനുണ്ടെങ്കിൽ, ഇന്ന് വിമൻസ് ഡേ കൂടിയാണ്, ഒരു സ്ത്രീകൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതുപോലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇറങ്ങിയത്. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും ഇന്ന് ഗവർണറായാലും നമ്മുടെ മിനിസ്റ്റർമാരാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും MLA-മാരാണെങ്കിലും എല്ലാവരും ആശംസ അറിയിക്കാൻ കാരണം എന്ന് പറയുന്നത് വലിയ കോഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നമാണ്. നമ്മൾ യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ ലഹരിക്കെതിരെ യുദ്ധമാണ്. ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് നമ്മൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ഒട്ടാകെയാണ്. അപ്പോൾ ഈ ഒരു വലിയ സമരം ഇനി നമ്മൾ മാത്രമല്ല, എല്ലാ ചാനലുകളും എല്ലാ പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതിന് ഒരു സംശയമില്ല. ചില ചാനലുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി ക്യാമ്പയിനുമായിട്ട് ഇറങ്ങുമെന്നുള്ളത്. അങ്ങനെ ക്യാമ്പയിനുമായിട്ട് ഇറങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. ക്യാമ്പയിനായിട്ട് ഇറങ്ങണം, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇറങ്ങണം, രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങണം, വ്യാപാരി വ്യവസായികൾ ഇറങ്ങണം, തൊഴിലാളികൾ ഇറങ്ങണം, CITU INTUC പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇറങ്ങണം. വ്യാപാരി വ്യവസായികളെ കൊണ്ടിട്ട് എല്ലാ സംവിധാനങ്ങളും തടയാൻ പറ്റും. ഒരു അങ്ങാടിയിലെ വ്യാപാരിക്ക് അറിയാത്ത ഒരു കാര്യം ഉണ്ടാവില്ല. ആരാണിത് കച്ചവടം ചെയ്യുന്നത് അറിയാത്ത വ്യാപാരി ഒരു ഫോൺ കോളിൽ തീരുന്ന കാര്യം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് ഒരു ശതമാനം, ഇപ്പം ഞാൻ പറയുന്നത് 60-70% ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളാണെന്ന് പറയുന്നത്, 10% റിപ്പോർട്ടർ TVനെ കൊണ്ട് കുറയ്ക്കാൻ കഴിഞ്ഞിട്ട് അത് വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. 10% വേണ്ട, ഒരു കുടുംബത്തിൽ ഈ പറയുന്ന ജാഥ കൊണ്ട് മാറിക്കിട്ടിയാൽ അത് വലിയ രീതിയിലുള്ള മാറ്റം ഈ സമൂഹത്തിൽ നടക്കുന്നുള്ള. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്നത് ഒരു യോഗമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ബീച്ചിൽ കടപ്പുറത്ത് നടക്കുന്നത്. അവിടെ എത്രയോ ആളുകൾ കാത്തിരിക്കുന്നു. ആളുകൾ മുഴുവൻ കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മോർണിംഗ് ഷോ ചെയ്യുമ്പോൾ പോലെ അല്ലല്ലോ, നമ്മളൊരു വാർത്ത എടുക്കാൻ പോകുന്ന പോലെ അല്ലല്ലോ, ഇത് അവരുടെയും കൂടെ കാര്യമാണ് എന്ന് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു നമ്മുടെ യാത്ര വലിയ വിജയമായി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്.